ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റ് ലാബ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് ESP8266 പകരം ESP32 ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ് സെർവർ ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മൾ നേരത്തെ ESP8266 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നു. സെയിം നമ്മൾ ESP32 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് സെർവർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യണം. നമ്മൾ ബോർഡ് ESP32 ബോർഡ് നമ്മൾ നേരെ സെലക്ട് ചെയ്യാൻ പോകുന്നു. അതിൽ ഓവർ കിറ്റാണ്. നമ്മൾ ഓവർ കിറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് പോർട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ നേരെ പോർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. നമ്മുടെ പോർട്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. 13 ആണ് കോഡ് അപ്ലോഡ് ചെയ്യുക. ഇതിൽ നമ്മൾ റൗട്ടറുമായിട്ട് കണക്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു SSID ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 ഔട്ട്പുട്ടുകൾ 26 27 പിൻസിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ ഇനിഷ്യലി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കുന്നു. പിന്നെ അതിനെ ഔട്ട്പുട്ടായിട്ട് മേക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ അത് ലോയിൽ എന്ന കണ്ടീഷനിൽ, അതായത് റേഡിയോ എപ്പോഴും ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നു. പിന്നെ നമ്മുടെ ലൂപ്പിനകത്ത് നമ്മുടെ സെർവർ കോഡും പ്ലസ് നമ്മുടെ HTML കോഡ് നമ്മൾ 2 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ ഓഫ് ബട്ടൺസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 സ്വിച്ചസ്. അതിൻ്റെ കോഡാണ് ആ ലൂപ്പിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കോഡ് അപ്ലോഡ് ചെയ്യുക. കുറച്ച് നേരത്തിന് ശേഷം അപ്ലോഡിങ് സ്റ്റാർട്ടാവും. വൺസ് അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് നേരെ ഇതിൻ്റെ വയറിംഗ് സെക്ഷനിലേക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. 2 LED നമുക്ക് കണക്ട് ചെയ്ത് തെളിച്ച് നോക്കാം. ഇതിനകത്ത് നമ്മൾ നേരെ ബ്രെഡ് ബോർഡിലേക്ക് ESP32 കണക്ട് ചെയ്യുകയാണ്. ESP32 കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് LEDയുടെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ LEDക്ക് ചെറിയ വോൾട്ടേജും കറണ്ടും മതി. അപ്പം നമുക്ക് അതൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 26 നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ 27 നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്റർ ത്രൂ ആണ് നമ്മൾ LEDയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ LEDയുടെ പോസിറ്റീവ് ലെഗ്, അതായത് നീളമുള്ള ലെഗ്, നമ്മൾ നേരെ റെസിസ്റ്ററിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഗ്രീൻ LEDയും ഒരു സൈഡിൽ ഞാൻ റെഡ് LEDയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗ്രീൻ LED കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ റെഡ് LED കണക്ട് ചെയ്യുന്നു. ഇനി LEDയുടെ ചെറിയ ലെഗ്, അതായത് ഗ്രൗണ്ട് ലെഗ്, നെഗറ്റീവ് ലെഗ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ജമ്പർ വയർ ജമ്പർ വയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 2 ജമ്പർ വയർ എടുക്കുക. അതിനുശേഷം LEDയുടെ ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് പിൻസിലേക്ക് 2 എൻഡിലേക്കും കണക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ESPയുടെ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യണം. 2 സൈഡിൽ ഗ്രൗണ്ട് പിന്നുണ്ട്. അതിലൊരു സൈഡിൽ ഒരേ പിന്നിൽ തന്നെ ഞാൻ 2 കൂടെ കണക്ട് ചെയ്യുകയാണ്. വൺസ് അത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ ESP പവറപ്പ് ചെയ്യണം. അതിന് USB ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. USB പിന്നിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ലാപ്ടോപ്പിൻ്റെ USBയിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ലാപ്ടോപ്പിൻ്റെ USBയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ESP പവറപ്പായി ESBയിലേക്ക് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരെ വൈഫൈ സെക്ഷനിൽ പോവുക. നമ്മുടെ ഇൻഫിനിറ്റ് ലാബ് എന്ന് പറയുന്ന റൗട്ടർ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ പാസ്വേഡ് 1 തൊട്ട് 9 വരെ കൊടുക്കുക. കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ക്രോമിലേക്ക് പോകണം. നമ്മൾ നേരെ ക്രോമിൻ്റെ, അതായത് നമ്മുടെ ഗൂഗിളിലെ ക്രോം സെക്ഷനിൽ പോയിട്ട് നമ്മളവിടെ സെർച്ച് ചെയ്യുക 192.168.4.1. അതാണ് നമ്മുടെ IP. അപ്പോൾ നമ്മൾ ഈ IP സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മുടെ വെബ് സെർവർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വെബ് പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനകത്ത് നമുക്ക് 2 പിൻസ് ഞാൻ പറഞ്ഞല്ലോ, 2 ബട്ടൺസ്, ആ 2 പിൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള 2 ബട്ടൺസ്, അത് ഓൺ ഓഫ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഓൺ ആക്കുമ്പോൾ LED തെളിയുന്നു, ഓഫ് ആക്കുമ്പോൾ ഓണാക്കി LED ഓഫ് ആവുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ESP വെബ് സെർവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വെബ് സെർവർ കറക്റ്റായിട്ട് നമുക്ക് കോഡ് അനുസരിച്ച് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ESP32 ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് സെർവർ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഒരു വെബ് സെർവറിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു LED ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റു പല പ്രൊജക്റ്റുകളുമായിട്ട് IoT പ്രൊജക്റ്റുകളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ തിരിച്ചെത്തും. അതുവരേക്കും ബൈ ബൈ.